ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു പുരാണം കഥ കേൾക്കാം. വിഷ്ണു പുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. വിഷ്ണു പുരാണം തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളേ ആയുള്ളൂ. എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. 7-ാം അധ്യായം. ഒരു വിനാഴിക നേരത്തെ മൗനത്തിനു ശേഷം പരാശര മഹർഷി തുടർന്നു. പിന്നീട് ബ്രഹ്മാവിൻ്റെ ദേഹരൂപം കൈക്കൊണ്ട വസ്തുക്കളിൽ നിന്ന് മനസ്സെന്ന സന്താനം പിറന്നു. ഈ പ്രജയെ പുറം ലോകത്തെക്കുറിച്ച് ബോധം നൽകുന്ന ശക്തി എന്ന് വിശേഷിപ്പിക്കാം. ബ്രഹ്മാവ് മുഖേന ദേവന്മാർ തൊട്ട് സ്ഥാവരം വരെയുള്ളവ സൃഷ്ടിക്കപ്പെട്ടതും അക്കാലത്തു തന്നെ. ഈ മനസ്സിനും ദേവന്മാർക്കും സ്ഥാവരങ്ങൾക്കും പ്രവൃത്തി വഴി മക്കളെ വർദ്ധിപ്പിക്കാൻ അസാധ്യമായിരുന്നു. തന്മൂലം വിധാതാവ് വീണ്ടും തനിക്ക് തുല്യം വരുന്ന ഭൃഗു, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, അങ്കിരസ്, മരീചി, ദക്ഷൻ, അത്രി, വസിഷ്ഠൻ എന്നീ മാനസപുത്രന്മാർക്ക് ജന്മം നൽകി. പുരാണങ്ങളിൽ ഇവരെ ബ്രഹ്മാവെന്നും ചിലയിടത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം നാൻമുഖൻ, ഖ്യാതി, ഭൂതി, സമ്മതി, ക്ഷമ, പ്രീതി, വൃദ്ധി, അനസൂയ, പ്രസൂതി, ഊർജ എന്നിങ്ങനെ 9 കന്യകമാരെ സൃഷ്ടിച്ചു. ഈ മാനസപുത്രന്മാർക്ക് കൊടുത്തു. അവരുടെ ഭാര്യമാരായി കഴിയാൻ കന്യകമാരെ ഉപദേശിക്കുകയും ചെയ്തു. ഒരിക്കൽ ബ്രഹ്മദേവൻ മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ തുടങ്ങിയവരോട് പ്രജകളെ ജനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ശിശുക്കളുടെ രൂപത്തിൽ നിൽക്കുകയായിരുന്ന സനകാദികൾ കൂട്ടാക്കിയില്ല. അവരുടെ വിരക്തിയും നിഷേധവും ബ്രഹ്മാവിനെ ക്രുദ്ധനാക്കി. ക്രോധാവിഷ്ടനായ ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് തീനാളങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വളഞ്ഞു വീർത്ത പുരികങ്ങളിൽ നിന്ന് നട്ടുച്ച നേരത്ത് സൂര്യനു തുല്യം ജ്വലിക്കുന്ന രുദ്രൻ പ്രത്യക്ഷപ്പെട്ടു. അത്യുഗ്രമായിരുന്നു ആ മൂർത്തിയുടെ ദേഹം. അതിൻ്റെ വലത്തെ പകുതിക്ക് പുരുഷരൂപവും ഇടത്തെ പകുതിക്ക് സ്ത്രീരൂപവും. ബ്രഹ്മാവ് ആ അർദ്ധനാരീശ്വര രൂപത്തിന് നിർദ്ദേശം നൽകി. ഈ ശരീരം 2ആക്കി വിഭജിക്കുക. ബ്രഹ്മാവിൻ്റെ വാക്കുകേട്ട് രുദ്രൻ തൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ വെവ്വേറെയാക്കി. അതിനുശേഷം പുരുഷനെ 11 ഭാഗവുമാക്കി കൊടുത്തു. സ്ത്രീദേഹത്തെയും സൗമ്യം, ക്രൂരം, ശാന്തം, അസ്വസ്ഥം, ശ്യാമം മുതലായ വ്യത്യാസങ്ങളോടെ അനേകം ഭാഗങ്ങളാക്കാൻ രുദ്രൻ മറന്നില്ല. പിന്നെ ബ്രഹ്മാവ് തൻ്റെ തന്നെ രൂപത്തിലുള്ള സ്വയംഭൂവനെ സ്വയം നിർമ്മിച്ച് 1ാമത്തെ സ്വയംഭൂവൻ എന്ന സ്ഥാനം നൽകി. ഈ സ്വയംഭൂവ മനുവിനെ പ്രജാപാലനത്തിൻ്റെ ചുമതലയും ഏൽപ്പിച്ചു കൊടുത്തു. സ്വയംഭൂവ മനുവിനോടൊപ്പം ശതരൂപ എന്ന സ്ത്രീയും ആ സമയത്ത് ജനിച്ചിട്ടുണ്ടായിരുന്നു. മനു ശതരൂപയെ പ്രിയപത്നിയാക്കി. അവർക്ക് പുരുഷ സന്താനങ്ങളായി ജനിച്ചത് പ്രിയവ്രതനും ഉത്താനപാദനും മാത്രം. ഇതേ വിധത്തിൽ തന്നെ മനുവിൻ്റെ ഒരു പുത്രിയായ പ്രസൂതിയും ദക്ഷ പ്രജാപതിയും തമ്മിലും മറ്റൊരു മകളായ ആകൂതിയും രുചി പ്രജാപതിയും തമ്മിലും വിവാഹം നടന്നു. ആകൂതിയിൽ രുച്യന് ജനിച്ചത് ഇരട്ടക്കുട്ടികളാണ്, യജ്ഞനും ദക്ഷിണയും. ഈ ഇരട്ടകളിൽ നിന്ന് പിറന്ന 12 സന്താനങ്ങൾ സ്വയംഭൂവ മനുവിൻ്റെ മന്വന്തര കാലത്ത് യാഗമെന്ന പ്രസിദ്ധ ദേവന്മാരായി തീർന്നു. പ്രസൂതിയുടെയും ദക്ഷൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ 24 പെൺകിടാങ്ങൾ പിറന്നു. ഇവരിൽ ശ്രദ്ധ, ലക്ഷ്മി, ധൃതി, തുഷ്ടി, മേധ, പുഷ്ടി, കീർത്തി, ക്രിയ, ബുദ്ധി, ലജ്ജ, വപു,
ശാന്തി, സിദ്ധ എന്നീ പെൺകിടാങ്ങളെ ധർമ്മൻ ഭാര്യമാരാക്കി. ബാക്കിയുണ്ടായിരുന്നവരെ ഭൃഗു, മരീചി, വസിഷ്ഠൻ, അഗ്നി തുടങ്ങിയവരും പിതൃക്കളും വിവാഹം ചെയ്തു. യമൻ്റെ പത്നിമാരായ ശ്രദ്ധയിൽ നിന്ന് കാമവും, ലക്ഷ്മിയിൽ നിന്ന് അഹങ്കാരവും, ധൃതിയിൽ നിന്ന് നിയമവും, പുഷ്ടിയിൽ നിന്ന് ലോഭവും ജന്മമെടുത്തു. ഇതേ വിധത്തിൽ മേധ ശാസ്ത്രത്തിനും, ക്രിയ ശിക്ഷയ്ക്കും, നയത്തിനും, ലജ്ജ വിനയത്തിനും, വപു വ്യായാമത്തിനും, ശാന്തിയും സിദ്ധിയും, കീർത്തിയും ക്ഷേമം, സുഖം, യശസ് എന്നിവയ്ക്കും മാതാക്കന്മാരായി തീർന്നു. ധർമ്മന് അല്ലെങ്കിൽ ധർമ്മത്തിന് മറ്റൊരു പുത്രനുണ്ട്, കാമം. ഈ കാമം തന്നെയാണ് രതിയെയും ഹർഷത്തെയും ജനിപ്പിച്ചത്. അധർമ്മത്തിൻ്റെ പത്നി ഹിംസ അനൃതമെന്ന പുത്രനും നികൃതി എന്ന പുത്രിക്കും ജന്മം നൽകി. അവരിൽ നിന്ന് ഭയം, നരകം എന്നീ സന്താനങ്ങൾ പിറന്നു. ഇവരുടെ സന്തതിയായ മായ ജീവജാലങ്ങളെ നശിപ്പിക്കാൻ മിടുക്കു കാണിക്കുന്ന ഒരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രൻ്റെ പേര് മൃത്യു. ഈ പുത്രനെ മരണമെന്നും വിശേഷിപ്പിച്ചു വരുന്നു. മൃത്യുവാകട്ടെ വ്യാധിയും ശോകവും അത്യാഗ്രഹവും ക്രോധവുമാണ് തൻ്റെ വകയായി ജനിപ്പിച്ചത്. അവയ്ക്കാണെങ്കിൽ സന്താനങ്ങളുമില്ല, പത്നിമാരുമില്ല. ഈ സമയത്ത് ശിഷ്യൻ ആവശ്യപ്പെട്ടു, ഗുരോ, അങ്ങ് നിത്യസ്വരൂപം, നിത്യസൃഷ്ടി, നിത്യപ്രളയം എന്നിവയെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ. ഇപ്പോൾ അവയുടെ സ്വഭാവം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പരമാത്മാവും സർവവ്യാപിയുമായ ഭഗവാൻ മധുസൂദനൻ്റെ ഗതി ശക്തിക്കും ഒരിടത്തും തങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. പരാശര മഹർഷി തുടർന്നു, ആ ശ്രീഹരി തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പാലിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രളയം 4 വിധത്തിലാണ്: നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം. കൽപ്പാവസാനത്തിലെ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവ് ഉറങ്ങാൻ കിടക്കും. തന്മൂലം ഈ 1-ാമത്തെ പ്രളയത്തിന് ബ്രഹ്മപ്രളയമെന്നും പേരുണ്ട്. അപ്പോൾ ബ്രഹ്മാണ്ഡം മുഴുവനും പ്രാകൃതിക പ്രളയത്തിലും പ്രകൃതിയിലും അലിഞ്ഞു ചേരും. 1000 ചതുർയുഗം കഴിഞ്ഞാണ് ഒരു പ്രാകൃതിക പ്രളയം വരിക. യോഗികൾ ജ്ഞാനബലം കൊണ്ട് പരമാത്മാവിൽ വിലയിക്കുന്ന സമയത്താണ് ആത്യന്തിക പ്രളയമുണ്ടാകുന്നത്. രാപ്പകലുകളുടെയും സകല ജീവജാലങ്ങളുടെയും പൂർണ്ണനാശം തന്നെ നിത്യപ്രളയം. പ്രളയാനന്തരം ജീവാത്മാവ് മുതലായവയുണ്ടാകുന്നതിൻ്റെ മുറയ്ക്ക് പ്രകൃതി മുഖേന പിന്നെയും സൃഷ്ടി നടക്കുന്നു. ഈ രീതിക്ക് സ്വാഭാവിക സൃഷ്ടി എന്നു പറയും. സ്വാഭാവിക സൃഷ്ടി നിത്യം, നൈമിത്തികം, ദൈനംദിനം എന്നിങ്ങനെ 3 തരത്തിലാണ്. ഈ സ്വാഭാവിക സൃഷ്ടിക്കാലത്ത് അവാന്തരപ്രളയവും ഉണ്ടാവും. ഈ ഇടപ്രളയങ്ങൾക്കു ശേഷം നിലനിൽക്കുന്ന ചരാചര ലോകത്തിലെ വസ്തു തന്നെയാണ് നിത്യസൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ദൈനംദിന സൃഷ്ടിക്കും കാരണമായി തീരുന്നു. അതിൽ നിന്ന് നിത്യേന ജീവികൾ ജനിക്കാൻ തുടങ്ങും. പുരാണങ്ങളെക്കുറിച്ചറിയുന്ന മഹാപണ്ഡിതന്മാർ ഇതിന് നിത്യസൃഷ്ടി എന്ന നാമവും നൽകിയിട്ടുണ്ട്. ഈ വിധത്തിൽ സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാൻ വിഷ്ണു ബ്രഹ്മാണ്ഡത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നടത്തി വിരാജിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരമെന്ന ഈ വൈഷ്ണവ ശക്തികൾ എല്ലാ ദേഹങ്ങളിലും ഒരേ അളവിൽ രാവും പകലും ചംക്രമണം നടത്താറുണ്ട്. ഈ ശക്തികൾ ത്രിഗുണാത്മകങ്ങളുമാണ്. ഇവയുടെ സ്വാധീനത്തെ മറികടക്കുന്ന വ്യക്തിക്ക് ജനിമൃതികളിൽ നിന്ന് മുക്തനായി സായുജ്യം നേടാം. എട്ടാം അധ്യായം. മൈത്രേയ, ബ്രഹ്മാവിൻ്റെ തമോ ഗുണപ്രധാന സൃഷ്ടികളെക്കുറിച്ച് മുൻപേ ഞാൻ പറഞ്ഞു തന്നു.
ഇനി രുദ്രസൃഷ്ടിയുടെ കഥ കേൾക്കുക. പരാശര മഹർഷി തുടർന്നു. കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ തനിക്ക് തുല്യനായ പുത്രനെ സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് മോഹം തോന്നി. അതെങ്ങനെ വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ തന്നെ ഒരു പുത്രൻ പ്രത്യക്ഷപ്പെട്ടു. കുട്ടിക്ക് ഊത നിറമായിരുന്നു. ജനിച്ച ഉടനെ തന്നെ ആ സന്താനം അലറിക്കരയാൻ തുടങ്ങി. പിന്നെ നിലത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ബ്രഹ്മാവ് നിലവിളിയുടെ കാരണം അന്വേഷിച്ചപ്പോൾ ആ പുത്രൻ ആവശ്യപ്പെട്ടു, എൻ്റെ നാമകരണം നടത്തൂ, എത്രയും വേഗം. അന്നേരം ബ്രഹ്മാവ് സമാധാനപ്പെടുത്തി, നീ വിഷമിക്കേണ്ട, നിന്റെ പേര് രുദ്രൻ എന്നായിരിക്കും. പുത്രൻ്റെ അപേക്ഷയും ബ്രഹ്മാവിൻ്റെ മറുപടിയും ഈ വിധത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. 2 or 3 തവണയല്ല, 7 വട്ടം. ഓരോ പ്രാവശ്യവും ബ്രഹ്മാവ് ഓരോ പേര് കൊടുത്തു. ഈ കാരണത്താൽ ആ സന്തതി രുദ്രൻ, ഭവൻ, ശർവൻ, ഈശൻ, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ എന്നിങ്ങനെ 8 പേരായി തീർന്നു. സൂര്യൻ, ജലം, ഭൂമി, വായു, ആകാശം, അഗ്നി, ചന്ദ്രൻ മുതലായവയും അവരുടെ പ്രത്യക്ഷ രൂപങ്ങളാണ്. ഇവയെ കൂടാതെ മന്ത്രോപദേശം സ്വീകരിച്ച ബ്രാഹ്മണനും. ഈ രൂപങ്ങൾക്ക് ഭാര്യമാരുണ്ടായി. അവർക്ക് പുത്രന്മാരും അനേകം പൗത്രന്മാരും പിറന്നു. ശനി, ശുക്രൻ, കുജൻ, സ്കന്ദൻ, സർഗൻ, ബുധൻ തുടങ്ങിയവർ അവരുടെ സന്താനങ്ങളാകുന്നു. രുദ്രൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദക്ഷ പ്രജാപതിയുടെ മകൾ സതിയെ പത്നിയാക്കി. കാരണവശാൽ സതിക്ക് അച്ഛനോട് പിണങ്ങേണ്ടതായും അച്ഛൻ്റെ തന്നെ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്യേണ്ടതായും വന്നു. ഈ ദക്ഷപുത്രി വീണ്ടും മേനയുടെ ഉദരത്തിൽ ജനിച്ചു ഹിമാലയത്തിൻ്റെ മകൾ പാർവതിയായി തീർന്നു. ശിവൻ പാർവതിയെ പുനർവിവാഹവും നടത്തി. ദക്ഷൻ്റെ മറ്റൊരു പുത്രിയായ ഖ്യാതി ദാതാവെന്നും വിധാതാവെന്നും പേരുള്ള 2 ദേവന്മാർക്കും ലക്ഷ്മി എന്ന മകൾക്കും ജന്മം കൊടുത്തു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇഷ്ടപത്നിയായത് ഈ ലക്ഷ്മി ദേവിയാണ്. മൈത്രേയ, ഈ ലക്ഷ്മിയുടെ ജനനം പാലാഴി മഥന സമയത്ത് പാൽക്കടലിൽ നിന്നാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഭൃഗുമഹർഷി വഴി ഖ്യാതിയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചുവെന്നതും എത്രത്തോളം ശരിയാവും? ജഗന്മാതാവാണല്ലോ ലക്ഷ്മി ദേവി. അവിടുന്ന് ഒരിക്കലും തിരോഭവിക്കുന്നില്ല. ദേവിയും വിഷ്ണുവിനെ പോലെ നിത്യയും സർവവ്യാപിയും തന്നെ. വിഷ്ണു അർത്ഥവും ദേവി വാണിയുമാകുന്നു. വിഷ്ണു ന്യായവും ലക്ഷ്മി നീതിയും മാത്രമല്ല, വിശ്വസൃഷ്ടികർത്താവും അതിലെ സൃഷ്ടിയും കൂടിയാണ്. അവർ വിളക്കും വെളിച്ചവും വൃക്ഷവും വള്ളിയും രാവും പകലുമാണെന്നറിയുക. പുരുഷനെന്ന വിശേഷണത്തോടെയുള്ള സകല ജീവികളും ഭഗവാൻ ശ്രീഹരിയുടെ രൂപങ്ങൾ തന്നെ. സ്ത്രീകളെന്ന് പറയപ്പെടുന്ന സകല ജീവികൾക്കും ലക്ഷ്മിയുടെ സ്വരൂപവും, അതായത് വിഷ്ണുവിൽ നിന്നും ലക്ഷ്മിയിൽ നിന്നും വേറിട്ട യാതൊന്നും ഈ ബ്രഹ്മാണ്ടത്തിലില്ല. ഇതോടുകൂടി ഈ അധ്യായം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 9-ാം അധ്യായം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ